നമ്മൾ ചെറുതായ രീതിയിൽ ഒരു സംഭാഷണം നടത്തും. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കുറച്ച് മീരയുടെ പുസ്തകങ്ങൾ, പൊതുവെ പുസ്തകങ്ങൾ ഏറ്റവും കുറച്ച് വായിച്ചിട്ടുള്ള ആൾ ഞാനായിരിക്കും. ഞാൻ മീര പോകുന്ന പല സദസ്സുകളിലും അത് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ഞങ്ങളുടെ സംസാരം കുറയ്ക്കുകയും നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി ഞാൻ വളരെ ചുരുക്കത്തിൽ കാര്യങ്ങൾ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ചുരുക്കി പറയണം എന്നെനിക്കുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഓരോ വായനക്കാരിയും ഓരോ വായനക്കാരനും വ്യത്യസ്തരാണ്. അപ്പോൾ അവരുടെ മേലിൽ ഞാൻ എങ്ങനെയാണ് ഈ നോവൽ ആസ്വദിച്ചത് എന്ന് എനിക്ക് പറയാം. പക്ഷേ അങ്ങനെ തന്നെ നിങ്ങളും അതിനെ കാണണം, അല്ലെങ്കിൽ മറ്റൊരാളെന്നെ കാണണം എന്ന് പറയുന്നത് ശരിയല്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്നെക്കുറിച്ച് കലാച്ചയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഈ യക്ഷിക്കഥ അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ ഞാൻ പറയുന്ന ഉറക്കത്തിനെക്കുറിച്ചുള്ള ഉറക്കം കെടുത്തിയ നോവൽ. അത് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പല ദിവസങ്ങളിൽ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ആദ്യത്തെ ചോദ്യം, ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കരമായിട്ടൊരു വിഷ്വൽ ഇമേജസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ ഏത് പേജിൽ നോക്കിയാലും നമ്മളറിയാതെ, നമ്മൾ വളരെ ഹിസ്റ്ററിയിലെ ഏറ്റവും വിഷ്വൽ ജനറേഷൻ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഏത് പേജിൽ നോക്കിയാലും വിഷ്വൽ ഇമേജസ് ഇങ്ങനെ ഫ്ലഡ് ഓഫ് ഇമേജസ് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോഷൻ ഓഫ് ഇമേജസ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് തുടക്കത്തിൽ തന്നെ അതിൻ്റെ കവറിൽ തന്നെ തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. ആ കവറ് നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്ര നേരം വേണമെങ്കിലും ആ കവറിൽ നമുക്ക് നോക്കിയിരിക്കാം എന്താണത് പറയാൻ ശ്രമിക്കുന്നതെന്നുള്ള. ചിലപ്പോൾ നമ്മളെ അലട്ടും, വളരെ രീതിയിൽ കുത്തി നോവിപ്പിക്കുന്ന ഒരു കവറാണത്. ചിലപ്പോൾ അതിൽ ഒരു പോലെ ഒരു തൂവൽ സ്പർശത്തിൻ്റെ ഇത് അനുഭവിക്കാൻ പറ്റും, ഒരു പെയിൻറ്റിങ് നോക്കി കാണുന്ന പോലെ. അപ്പം എനിക്ക് മീരയെടുത്ത് പറയാനുള്ള കവറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവർ, കവറിനെ കുറിച്ചാണ് ചോദിച്ചു തുടങ്ങിയത്. വാസ്തവത്തിൽ കലാച്ചിയുടെ കവർ കഴിഞ്ഞ KLF-നാണ് ഈ വേദിയിലല്ല, കുറച്ചുകൂടെ വലിയ വേദിയിൽ വെച്ച് അത് റിലീസ് ചെയ്തത്. ആ കവർ ഡിസൈൻ ചെയ്തത് സൈനുൽ ആബിദാണ്. ആബിദിനെ ഞാൻ എൻ്റെ അനിയൻ എന്നാണ്, പൊന്നനിയൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ആബിദിന് ഒരു എഴുത്തുകാരിയുടെ തലച്ചോറിനകത്തേക്ക് കടന്ന് ഈ പുസ്തകത്തിൻ്റെ വേരുകളെ പറിച്ചെടുത്ത് അത് ആവിഷ്കരിക്കാൻ, വരകളിലൂടെ ആവിഷ്കരിക്കാൻ, അതിൻ്റെ ഡിസൈനിലൂടെ ആവിഷ്കരിക്കാൻ ഒരു പ്രത്യേക സിദ്ധി തന്നെയുണ്ട്. അത്രയും സിദ്ധിയുള്ള കവർ ഡിസൈനേഴ്സ് ഇനിയും കൂടുതൽ ഇന്ത്യയിലുണ്ടായി വരണം, മലയാളത്തിലുണ്ടായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആബിദ് ഈ ഒരു കവർ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. കാരണം സാധാരണ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെയൊക്കെ കവറിൻ്റെ കാര്യത്തിൽ അവർ നമുക്ക് സ്കെച്ചൊക്കെ തന്ന് നമ്മളുടെ സജഷൻസൊക്കെ ചോദിച്ച് നമ്മളുടെ അപ്രൂവലൊക്കെ വാങ്ങാറുണ്ട്. പക്ഷേ ആബിദിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ആബിദ് തരുന്ന ഒരു കവറെന്ന് വെച്ചാൽ അതൊരു വലിയ കവറായിരിക്കും. അപ്പോൾ ആബിദിന് ഒന്നാമത്തെ നന്ദി. രണ്ടാമത്തെ നന്ദി DC പ്രൊഡക്ഷൻ ടീമിനും ദീപ്തിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏറ്റവും എടുത്തു കാണുന്ന എൻ്റെ പുസ്തകമെന്ന് പറഞ്ഞ് ഒരാൾക്ക് സമ്മാനിക്കാൻ കഴിയുന്ന ഒരു നല്ല ഹാർഡ് ബൗണ്ട് കോപ്പി എനിക്ക് സ്വന്തമായി കിട്ടിയതിന്. അതാണ് ആ കവറിൻ്റെ. അത് കവറിൽ ഉള്ളതെന്തോ, പുസ്തകത്തിനകത്തുള്ളതെന്തോ, അതും കവറിലുള്ള ഇമേജുമായി അതിൻ്റെ എന്താണ് പരസ്പര പൂരകത്വവും പരസ്പരം പരിപോഷണവും സംഭവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ആ കവറിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം. ഈ പുസ്തകത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ തവണ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇജാസ് അലി എന്നൊരു, നിങ്ങളെല്ലാവരും പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ വായിക്കണം. ഞാൻ കഥ പറഞ്ഞ് നിങ്ങളെ ബോർഡ് പിടിക്കില്ല. കാശ് കൊടുത്ത് പുസ്തകം വായിക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പ്രത്യേകിച്ച് പത്രപ്രവർത്തനയോട് പറയുകയാണ്, ഇപ്പോൾ പത്രങ്ങളാരും കാശ് കൊടുത്ത് വാങ്ങിക്കാറില്ല. അതുകൊണ്ടാണ് പത്രത്തിൻ്റെ നിലവാരവും ഇത് കുറഞ്ഞിരിക്കുന്നത്. എനിത്തിങ് യു മേക്ക് ചീപ്പ്, ഇറ്റ്സ് ക്വാളിറ്റി വിൽ ഓൾസോ ഗോ ഡൗൺ. അപ്പോൾ ഇത് എല്ലാവരും വായിക്കണം. അതുകൊണ്ട് ഞാൻ കഥ പറയുന്നില്ല. ഇപ്പോൾ ഇജാസ് അലി എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കഥകൾ വെറും കഥകളല്ല, എവരി സ്റ്റോറി ഹാസ് എ പൊളിറ്റിക്കൽ സീക്രട്ട് എന്ന്. ഇതിൻ്റെ എന്താണ് പൊളിറ്റിക്കൽ സീക്രട്ട്? എവരി ഹെഡിങ് ഹാസ് എ പൊളിറ്റിക്കൽ സീക്രട്ട് എന്ന് രാജഗോപാൽ ടെലിഗ്രാഫിലിട്ട ഹെഡ്ലൈൻസ് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഹെഡ്ലൈൻസിന് താഴെയുള്ള ന്യൂസ് സ്റ്റോറി വായിച്ചില്ലെങ്കിൽ പോലും ആ ഹെഡ്ലൈൻസ് തരുന്ന ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമുണ്ട്. ഒരുപക്ഷെ മറ്റ് മാധ്യമങ്ങൾ, മറ്റു പത്രങ്ങൾ, പത്രാധിപർമാർ ഒളിച്ചു വയ്ക്കാൻ, മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതായ പല കാര്യങ്ങളും ഒരൊറ്റ ഹെഡ്ലൈനിലൂടെ, ഒരുപക്ഷെ ആ ഭാഷ അറിയാത്തവർക്ക് പോലും
വ്യക്തമാക്കി തരുന്ന ഒരനുഭവമാണ് അദ്ദേഹം പത്രാധിപരായിരുന്നപ്പോഴുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ തലക്കെട്ടിനും എന്ന പോലെ ഒരു പത്രവാർത്തയിലെ ഓരോ വാക്കിനും എന്നതുപോലെ ഓരോ കഥയ്ക്കും നമ്മൾ ഇതുവരെ ആവർത്തിച്ച് കേട്ടതും നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതുമായ ഓരോ കഥയ്ക്കും പിന്നിലൊരു രാഷ്ട്രീയ സന്ദേശമുണ്ടായിരുന്നു. നമ്മൾ കേട്ട് വളർന്നതും നമ്മൾ വായിക്കുന്നതുമായ ഓരോ കഥയ്ക്കും പിന്നിൽ ഓരോ കഥയ്ക്കുള്ളിലും അതിൻ്റെ അന്തസത്തയായ ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. പലപ്പോഴും നമ്മളത് കാണാതെ പോകുന്നു. പലപ്പോഴൊക്കെ നമ്മളത് എന്താണ് എന്ന് തിരിച്ചറിയാതെ സ്വാംശീകരിക്കുന്നു. അത് നമ്മുടെ രക്തത്തിൽ കലരുന്നു. അത് നമ്മളെ മറ്റൊരാളാക്കി തീർക്കുന്നു. അത് തിരിച്ചറിയുക എന്നുള്ളത് ഈ കാലത്തൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ കോണ്ടെക്സ്റ്റ് തന്നെ തീർച്ചയായിട്ടും ഈ നോവൽ ആരംഭിക്കുന്നത് നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി ബില്ല് ആ സമയത്ത് ജാമ്യയിൽ നടന്ന, ജാമ്യയുടെ പേര് പറയുന്നെങ്കിലും പറയുന്നുണ്ട്, നമുക്ക് ജാമ്യയാണെന്ന് മനസ്സിലാവും. വാസ്തവത്തിൽ അത് ആ പൗരത്വ ബില്ലിൻ്റെ ആ ജാമ്യയിലെ JNUയിലൊക്കെ ഉണ്ടായ അന്ന് നമ്മൾ പറഞ്ഞു, ഇന്ത്യയെ കൈപിടിച്ച് നടത്തുന്നത് നമ്മുടെ പുതുതലമുറയാണ്, നമ്മുടെ വിദ്യാർത്ഥികളാണ്, നമ്മുടെ ക്യാമ്പസുകളാണ്. ആ ഒരു രാഷ്ട്രബോധം എന്താണ്, രാഷ്ട്രത്തെ ജനാധിപത്യ ബോധം നമ്മുടെ യുവതലമുറ തിരിച്ചു പിടിച്ചു, അത് തെളിയിച്ചു എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ അതിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോയപ്പോഴാണ് എന്നെ വല്ലാതെ ഞെട്ടിച്ച ഒരു സംഭവം ഞാൻ തിരിച്ചറിയുന്നത്. അതായത് ആദ്യം ഉണ്ടായ പ്രക്ഷോഭം വാസ്തവത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ഇസ്രയേലി ഡെലിഗേഷനെ ഗസ്റ്റായിട്ട് വിളിക്കുന്നതിനെതിരെയുള്ളതായിരുന്നു. അത് ക്യാമ്പസ് ഒന്നാകെ ഇറങ്ങി വരികയും അവർ സമരത്തിൻ്റെ മറന്നുപോയ പാഠങ്ങൾ അഭ്യസിക്കുകയും ചെയ്യുന്നതായിരുന്നു എന്നുള്ളതാണ്. അതിലൊരു വലിയ രാഷ്ട്രീയ സന്ദേശമുണ്ട്. നമുക്ക് പലസ്തീനെ മറന്നുകൊണ്ട് എന്താണ് പലസ്തീൻ ലോകത്തിൻ്റെ നൈതിക ബോധ്യത്തെ എങ്ങനെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ഒരു രാജ്യത്തെയും പൗരത്വ പ്രക്ഷോഭത്തെ, ഒരു രാജ്യത്തെയും പൗരത്വ ബോധത്തെ നമുക്ക് സമീപിക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭമാണത്. അപ്പോൾ ഞാൻ ഈ ഒരു യുവാക്കളുടെ പ്രക്ഷോഭത്തിൻ്റെ മൂലകാരണം, അതിൻ്റെ വേരുകൾ അന്വേഷിച്ച് പോയപ്പോൾ ഞാൻ എത്തിയത് പലസ്തീനിലാണ്. അതൊരു നൈതികമായൊരു പ്രതിസന്ധിയാണ്. ഞാനതുകൊണ്ടാണ് കുറച്ച് മുമ്പ് വാക്കരങ്ങിൽ ലോകധർമ്മി നടത്തിയ കലാച്ചി നാടകാവിഷ്കാരത്തിൽ അത് പ്രത്യേകമായി പറയുന്നുണ്ട്. നമ്മുടെ ഏത് പ്രശ്നവും, നമ്മുടെ രാജ്യത്താകട്ടെ, നമ്മുടെ രാജ്യത്തിന് പുറത്താകട്ടെ, കേരളത്തിനുള്ളിലാകട്ടെ, ഏത് പ്രശ്നവും ഉരച്ചു നോക്കാനുള്ള ഒരു ഉരകല്ലായി പലസ്തീൻ പ്രശ്നം മാറുന്നു എന്നുള്ളത്. അതൊരു നൈതികതയുടെ ഉരകല്ലാണ്. അത് തിരിച്ചറിയുക എന്നുള്ളത് ഈ കാലത്ത് ജീവിക്കുന്ന നമ്മളിൽ ഓരോരുത്തരുടെയും പ്രതിബദ്ധതയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് അതിനകത്ത് അതുകൊണ്ട് അതിലാണത് തുടങ്ങിയത്. അതാണ് പൗരത്വ പ്രക്ഷോഭത്തിന് ആ സമയത്ത് തന്നെ NRC. അതെ, അതിൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അവിടെ ഒരു യോഗം വിളിച്ചുകൂട്ടി അതിൽ പ്രൊഫസറെ ശകാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ പുറത്ത് നിർത്താം, പക്ഷേ പാലസ്തീൻ നിങ്ങളെ അന്വേഷിച്ച് വരും എന്ന്. അതൊരു പ്രൊഫറ്റിക് ആയിട്ടുള്ള ഇതുപോലെ പാലസ്തീൻ നമ്മളെ അന്വേഷിച്ച് തന്നെ വരിക തന്നെ ചെയ്യും. നമ്മൾ തന്നെ ഒഴിച്ചു മാറ്റി നിർത്തിയാലും വരിക തന്നെ ചെയ്യും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശവും കൂടെ അതിനകത്തുണ്ട്. വേറൊരു ഈ ഞാൻ കസാഖ്സ്ഥാനിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നല്ല, അതിന് പോകുന്നതിന് മുമ്പ് എന്നെ ഏറ്റവും ഞെട്ടിപ്പിച്ചതെന്ന് പറയുന്നത് അതിനകത്തൊരു ആസാമിലെ ഒരു ചെറുതല്ല, ആസാമിലൊരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ ഒരു വക്കീൽ റോഡിൽ വെച്ച് തല്ലുന്നു. അപ്പോൾ അത് കണ്ട് ഈ പ്രൊട്ടഗാനിസ്റ്റ് ഫിദ ഫാസില മുഹമ്മദ് എന്ന ഡോക്ടർ ഫിദ അത് കണ്ട് അയാളെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മനുഷ്യനെ തല്ലുന്നത്? ഫിദയുടെ കൂടെ ഉള്ളത് ഈ അലിയാണ്. അദ്ദേഹം 15 വർഷം ജയിൽവാസം കഴിഞ്ഞ്, അപ്പോൾ 15 വർഷം ജയിൽവാസം കഴിഞ്ഞ ഒരാൾ കൂടെയുണ്ട്. അപ്പോൾ അത്രയും ഹാർഡൻഡ് ആയിട്ടൊരാൾ കൂടെ ഉള്ളപ്പോൾ ആ മനുഷ്യൻ പോലും ഫിദയോട് ആദ്യമേ തല്ലുകൊണ്ട മനുഷ്യൻ ഫിദയോട് കേണ് പറയും, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, അയാൾ എന്നെ തല്ലിക്കഴിഞ്ഞാലും അയാൾ പൊക്കോട്ടെ. അത് കഴിഞ്ഞ് ഈ ഇത്രയും ഫിദയുടെ സുഹൃത്തായ ഫിദ 15 വർഷം ജയിലിൽ വളരെയധികം പീഡിപ്പിക്കപ്പെട്ട, അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഒരാളെ ജയിലിൻ്റെ ഭീതി മാറ്റാൻ ഏറ്റവും നല്ലത് അയാളെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന അദ്ദേഹം ഫിദയോട് കേണ് പറയുന്നത് ഇത് വിട്ടേക്ക്. പിന്നീടാണ് ഫിദയ്ക്ക് കാര്യം മനസ്സിലാകുന്നത്, ഈ തല്ലുകൊണ്ട മനുഷ്യൻ അവിടെ ആസാമിൽ പരിഹാസപൂർവ്വം മിയ മുസ്ലിം എന്ന് പറയും. മിയ മുസ്ലിം എന്ന് പറഞ്ഞാൽ ബംഗാളി ഭാഷ സംസാരിക്കുന്നത്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയാം. ബംഗാളി ഭാഷ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശി എന്നല്ല. ഈ ഇവിടെ ഡൽഹിയിൽ ഭരിക്കുന്ന പാർട്ടി ബംഗാളി സംസാരിക്കുന്നവർ ബംഗ്ലാദേശികളാണ് എന്നും
എന്ന് മാത്രമല്ല ഡൽഹി പോലീസ് പറഞ്ഞു ബംഗ്ലാദേശി ഭാഷ എന്ന് പറഞ്ഞു ഭാഷ പോലും ഒരു 3 മാസം മുമ്പ് ഇൻവെൻറ്റ് ചെയ്ത ഒരു പോലീസാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസ് ഉപയോഗിച്ച വാക്കാണ് ബംഗ്ലാദേശി ഭാഷ. അപ്പോൾ ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെ മിയാ മുസ്ലിം എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ ഇന്ത്യയിലെ പൗരന്മാരല്ല എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിൽ കൊണ്ടുപോയി തള്ളാനുള്ള ശ്രമവും നടക്കുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധ ആകർഷിക്കേണ്ട, ഞാൻ 2 തല്ലു കൊള്ളാം കുഴപ്പമില്ല പക്ഷേ എങ്ങനെയും ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് എഴുതിയത് ആ സമയം ഇതിന് കുറച്ച് ഒരു വർഷം മുമ്പായിരിക്കും അല്ലേ ഇത് എഴുതിയത്? പക്ഷേ ഇപ്പം അല്ല, അസമിലേക്ക് ഞാൻ എത്തുന്നത് ഇത് ആദ്യം എഴുതിയപ്പോൾ തന്നെയാണ്. രാജഗോപാലിനെ ഞാൻ അടുത്ത് പരിചയപ്പെടുന്നത് തന്നെ എനിക്ക് തോന്നുന്നു കലാച്ചിയുടെ ഒരു ആദ്യ രൂപം വായിച്ചിട്ടാണ്. അപ്പോൾ എനിക്കൊരു വലിയൊരു പ്രചോദനമായിരുന്നു. കാരണം ഈ ഒരു പ്രത്യേകമായ ഒരു പുസ്തകത്തിൻ്റെ പശ്ചാത്തലം ഞാൻ അന്വേഷിച്ച് പോകുമ്പോൾ അസമിനെക്കുറിച്ചും അസമിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും മനസ്സിലാക്കാതെ എനിക്ക് ഈ പുസ്തകം എഴുതാൻ എളുപ്പമായിരുന്നില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ NRCയുടെ ഒരു ഉത്ഭവം ഒരു പക്ഷേ അവിടെ നിന്നായതുകൊണ്ടും അത് അതിൻ്റെ പ്രക്ഷോഭങ്ങൾ തന്നെ അവിടെ ഈ രജിസ്റ്റർ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായതുകൊണ്ടും എനിക്ക് അസമിലേക്ക് പോകാതെ ഈ പുസ്തകത്തിൽ ഒരിടത്തേക്കും പോകാൻ സാധ്യമായിരുന്നില്ല. അസമിലേക്ക് പോകുമ്പോൾ അസമിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോകുമ്പോഴാണ് നമുക്കൊരു മനസ്സിന് ഭാരമുണ്ടാക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതായത് അവിടെ നിന്ന് ഉള്ള എങ്ങനെയാണ് ജനത പലതായി വിഭജിക്കപ്പെട്ട് പലതരത്തിലുള്ള പൗരാവകാശ നിഷേധങ്ങൾക്ക് കാരണമാകുന്നത്. ഉദാഹരണത്തിനൊരു മിയാ മുസ്ലിം ഒരു അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ഒരു പൗരൻ അപകടത്തിൽപ്പെട്ടാൽ ആ ആള് സമീപിക്കേണ്ടത് ട്രിബ്യൂണലിനെയാണ്, ഫോറിനേഴ്സ് ട്രിബ്യൂണൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ വേറൊരു തരത്തിലുള്ളൊരു നിയമ സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഒരേ രാജ്യത്ത് ജനിച്ചു വളർന്ന പൗരന്മാർക്ക് ഒരേ വായു ഉച്ഛ്വസിച്ച് ഒരേ വെള്ളം കുടിച്ച് ഒരേ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിലെ പലതരം വിഭജനങ്ങൾ, അവകാശ നിഷേധങ്ങൾ അതിൻ്റെ ആഴത്തിലേക്ക് പോകും തോറും നമ്മളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളത് അതെവിടെയെങ്കിലും പറഞ്ഞു വയ്ക്കാതെ വയ്യ. അത് പറയാൻ വൈകും തോറും അത് അപകടത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് ഓർക്കാതെ വയ്യ, പറയാതെ വയ്യ. ഇത് എന്നെ ഞെട്ടിച്ചു ഞാൻ പറയാൻ കാര്യം, ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് മാത്രമല്ല ഇന്നലെ പോലും ഇതേ കാര്യങ്ങൾ ആസാമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആസാമിൽ നമ്മളറിയാവുന്ന പോലെ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അവിടെ ഇല്ല. സ്പെഷ്യൽ റിവിഷൻ എന്ന് പറഞ്ഞൊരു വോട്ടേഴ്സ് ഇതാണ്. അപ്പോൾ അതിൽ ഇന്നലെ ഒരു വാർത്ത വന്നത് ഒരു വ്യക്തി 133 മുസ്ലിങ്ങൾ അങ്ങനെ അവർക്കെതിരെ ഒബ്ജക്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ വ്യക്തി ഒരു മുസ്ലിമാണ്, ഈ വ്യക്തിയുടെ പേരും ഈ ഒബ്ജക്ഷനകത്തുണ്ട്. അപ്പോൾ എന്തുമാത്രം ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റിൻ്റെ സഹായം, ഒരു സ്റ്റേറ്റിൻ്റെ ഇടപെടലിൽ അതിങ്ങനെ ഒരു സംഭവം നടക്കുമോ? പോലീസിനെ എളുപ്പം കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. അതായത് ഒരു വ്യക്തി ഒബ്ജക്ഷൻ കൊടുക്കുകയാണ്. 133 മുസ്ലിങ്ങൾ അവർ ജീവിച്ചിരിപ്പില്ല എന്നും വ്യാജ വോട്ടർമാരെന്ന് ഒരാൾ പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കുന്ന ആളിൻ്റെ പേര് പോലും അതിനകത്തുണ്ട്. അപ്പോൾ അയാൾ സ്വന്തം പേര് വെച്ച് അങ്ങനെ പരാതി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇത്ര തനിക്കെതിരെ തന്നെ പരാതി കൊടുത്തു ഇത്ര നേക്കഡായിട്ട് ചെയ്യുന്ന ഈ കാര്യം ഈ പുസ്തകത്തിനകത്ത് മുൻകൂട്ടി പറയുന്നു. അത് അന്ന് നടക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഭീകരമായ രീതിയിൽ. അത് മാത്രമല്ല ഡൽഹിയിൽ നിന്ന് ഒരു 8 മാസം മുമ്പ് സൊനാലി ഖാത്തൂൺ എന്ന് പറഞ്ഞൊരു യുവതി, ഗർഭിണിയായ ഒരു യുവതിയെ പിടിച്ചുകൊണ്ടുപോയി ബംഗ്ലാദേശിൽ കൊണ്ട് തള്ളുകയാണ്. എന്നിട്ട് അവരെ അവസാനം നമ്മുടെ കൽക്കട്ട ഹൈക്കോടതി ഇടപെടുകയും പിന്നീട് സുപ്രീം കോടതി ഇടപെടുകയും അവരെ തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവരെ 2 ആഴ്ച മുമ്പ് ഒരു മകന് ജന്മം കൊടുത്തു ഇന്ത്യയിൽ. പക്ഷേ അവരുടെ സ്റ്റേറ്റസ് എപ്പോഴും കൺഫേംഡ് അല്ല. അപ്പോൾ ഇനിയും തെളിയിക്കേണ്ടത് DNA ടെസ്റ്റ് എടുത്തിട്ട് അവരുടെ അച്ഛൻ്റെ മകളാണ്. കാരണം അവരുടെ അച്ഛൻ വോട്ടർ പട്ടികയിലുണ്ട്, 2002 അതിന് മുമ്പുണ്ട്, 1950കളിൽ അവരുടെ അച്ഛൻ്റെ പട്ടയവും മറ്റു കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഈ വനിതയ്ക്ക് ഇനിയും പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവരുടെ അച്ഛൻ്റെ മകളാണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ കേസ് മാറുകയുള്ളൂ. ഈ രീതിയിൽ ഇതെല്ലാം ഈ കലാച്ച് മുൻകൂട്ടി പറയുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും ഈ കഥകൾ എന്ന് പറയല്ല, ഞങ്ങൾ ജേർണലിസം വല്ല മൃഗീയമായ ഭാഷയിൽ, മെക്കാനിക്കൽ ഭാഷയിലെ കഥകൾ സ്റ്റോറി എന്ന് പറയുന്നതാണ്.
അവർ പറയുന്നില്ല എന്നുള്ളൂ. ഇതെല്ലാം നമ്മുടെ ചുറ്റും ഇത് ഇന്നലെ നടന്ന കാര്യങ്ങൾ, മെനഞ്ഞാന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ നടന്ന കാര്യങ്ങളല്ല. നമ്മുടെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്, അതായത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി അതിർത്തിക്ക് അത് തള്ളുക, എന്നിട്ട് ഹൈക്കോടതി പറയുക, പിന്നീട് സുപ്രീം കോടതി, അതിന് ഹൈക്കോടതിക്കെതിരെ ഡൽഹി പോലീസ് സുപ്രീം കോടതി പോവുക, സുപ്രീം കോടതി അതിനുശേഷം ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ, അതായത് അവരുടെ പൗരാവകാശത്തിലല്ല അവരെ തിരിച്ചു കൊണ്ടുവന്നത്, ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ ആ സ്ത്രീയെ തിരിച്ചു കൊണ്ടുവന്ന് അവരൊരു മകന് ജന്മം കൊടുക്കുക. എന്നിട്ട് ഇപ്പോഴും അൺസർട്ടനിറ്റി തുടരുക. അവരുടെ ഭർത്താവും അവരുടെ മറ്റു ബന്ധുക്കളും ഇപ്പോഴും ബംഗ്ലാദേശിൽ ആ തള്ളിപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ട് തള്ളിയതാണ്, അവരിപ്പോഴും അവിടെ കിടക്കുകയാണ്. ഇതിനെതിരെയൊന്നും യാതൊരു ശബ്ദവും ഉയർത്താൻ നമ്മളാരും നമുക്ക് ഈ കഥകൾ പലതും അറിയുന്നെങ്കിൽ തന്നെ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഇവിടെയാണ് ഈ ഉറക്കത്തിന് വലിയ ഇത് വരുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ഉറങ്ങുകയാണോ അല്ലെങ്കിൽ ഉറക്കം നടിക്കുകയാണോ എന്നോ വലിയൊരു ചോദ്യം ഇതിനകത്ത് ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അല്ല, ഇത് ഇപ്പോൾ പറഞ്ഞത് മിനിഞ്ഞാന്ന് നടന്ന കാര്യവും 8 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യവും 5-8 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യവും ഒക്കെ ഒരേ പാതയുടെ അല്ലെങ്കിൽ ഒരു മാലയിലെ ഒരു ചരട് പോലെ നീണ്ടു കിടക്കുന്നതാണെന്നും അത് നമ്മൾ മുത്തുകൾ എണ്ണി പോകുമ്പോൾ വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പേ ഡിവിഷൻ്റെ വിത്തുകൾ അവിടെ പാകിയിട്ടുണ്ടെന്നും അത് ഈ വരേണ്യവർഗത്തിൻ്റെ അനുഗ്രഹ ആശസ്സുകളോടെ ആണെന്ന് നമുക്ക് അത് വിളിച്ചു പറയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. കാരണം ഈ വിഭജനത്തിൻ്റെ ഒരു രസതന്ത്രമുണ്ട്, വിഭജനത്തിൻ്റെ ഒരു ഊർജതന്ത്രമുണ്ട്, അതിൻ്റെ ഒരു വലിയ രാഷ്ട്രതന്ത്രവുമുണ്ട്. ഇത് മൂന്നും കൃത്യമായി പ്രയോഗിച്ചിട്ടുള്ള ഒരിടമാണ് അസമെന്നും അവിടെ നിന്നുള്ള പാഠങ്ങൾ കൃത്യമായി മറ്റ് സംസ്ഥാനങ്ങളിലും പലരും പ്രയോഗിക്കുന്നെന്ന് നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് 1961 സംഭവിച്ചതാണ്. ഒന്നുകിൽ ഭാഷയുടെ പേരിൽ, അല്ലെങ്കിൽ പൗരത്വത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതിരിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ ഒക്കെ ഉണ്ടാകുന്ന വിഭജനങ്ങളുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണത്. അതിനൊക്കെ നേരെ ഉറക്കം നടിക്കുകയും യഥാർത്ഥ പ്രശ്നത്തെ അതിൻ്റെ യഥാർത്ഥ ശക്തിയിൽ കാണാനും അത് മനുഷ്യരെ ബോധ്യപ്പെടുത്താനും മെനക്കെടാതിരിക്കുകയും ചെയ്യുന്ന ഭരണകൂടവും മാധ്യമങ്ങളും, ഇത് രണ്ടും പരസ്പര പൂരകമായി പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുവായ മാതാപിതാക്കൾക്ക് ജനിച്ച എനിക്ക് മുസ്ലിങ്ങളെന്ന് പറയുന്നത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ ഒറ്റ ഏകകമാണ്. പക്ഷേ കേരളത്തിൽ മുസ്ലിമായി ജനിച്ച എൻ്റെ സുഹൃത്തുക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ, അതൊന്ന് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഈ മുസ്ലിം എന്ന് പറയുന്നത് ഒരു ഏകകമല്ല. അത് പല അടരുകളുള്ള, പല തലങ്ങളുള്ള, പല തട്ടുകളുള്ള മറ്റൊരു വിശ്വാസ പ്രമാണമാണ്. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നതേയില്ല. ഒരു മുസ്ലിം സമുദായത്തിനകത്തുള്ള വേർതിരിവുകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ശരിക്കും അസമിനെ പറ്റി പഠിച്ചു തുടങ്ങുമ്പോഴാണ്. അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു അത്ഭുതം തോന്നാം. കാരണം ഇന്ത്യ വിഭജിക്കുമ്പോൾ ഏതാണ്ട് 4/1 ജനസംഖ്യയായിരുന്നു മുസ്ലിങ്ങളുടേത്. അത് 80% ഹിന്ദുക്കളും 20% മുസ്ലിങ്ങളുമായിരുന്നു എന്നാണ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ വർഷം മുഗളർ ഇവിടെ ഭരിച്ചു. ഇവിടെ മുസ്ലിം ഭരണാധികാരികൾ ഇവിടെ ഭയങ്കരമായിട്ട് ചവിട്ടി മെതിച്ചു. പക്ഷെ എന്നിട്ടും ഇന്ത്യ സ്വതന്ത്രയാകുന്ന സമയത്ത് 25% മുസ്ലിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആ 25% മുസ്ലിങ്ങൾക്ക് ശേഷവും പിന്നീട് ഇന്ത്യക്കകത്ത് എന്തെല്ലാം അടരുകളുണ്ടെന്ന് എങ്ങനെയാണ് പുറത്തേക്ക് വരിക? ഇപ്പോൾ വിനിലും മാളവികയും ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദളിത് ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന വലിയ അനീതികളെപ്പറ്റി നമ്മൾ ഒച്ചത്തിൽ കേൾക്കുന്നത്. ഒരു 10 കൊല്ലം മുമ്പ് ഇത്രയും ഒച്ചത്തിൽ കേൾക്കില്ല. അത് കേൾക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ സമുദായത്തിന് അകത്തുള്ള അടരുകളെപ്പറ്റി സംസാരിക്കുന്ന ഒരു സമയം ഇനിയും വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. മുസ്ലിം വോട്ട് ബാങ്കിനെ പറ്റി, മുസ്ലിം രാഷ്ട്രീയത്തെപ്പറ്റി ഒക്കെ നമുക്കുള്ള തെറ്റിദ്ധാരണകൾക്ക് ഒരു വലിയ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ ശക്തിയാകാൻ സാധിച്ചിട്ടില്ല എന്നാണ് വസ്തുത ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. കാരണം പലപ്പോഴും മുസ്ലിങ്ങൾ ഓരോ സംസ്ഥാനത്തും
നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഓരോ പ്രദേശത്തും പ്രാദേശികമായ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളായിട്ട് എടുക്കുന്നത്. അതല്ലാതെ ജനത എന്ന നിലയിൽ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൃത്യമായ ഒരു ഏകീകരണം ഉണ്ടാകുന്നില്ല. അത് പല ജാതികൾക്കിടയിൽപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാർക്കുണ്ടാകുന്നില്ല, സ്ത്രീകൾക്കും ഉണ്ടാകുന്നില്ല. സ്ത്രീകളുടേതായ സമൂഹം, സ്ത്രീകളുടേതായ അവകാശം, അതിനുവേണ്ടി ഒരു ഏകീകരണം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് കേവലം സ്ത്രീകൾക്കെതിരെയുള്ള വിദ്വേഷം മാത്രമല്ല, മറിച്ച് അതൊരു പരിശീലനം മാത്രമാണ്. പലതരം ജനവിഭാഗങ്ങളോടുള്ള, പലതരം മനുഷ്യരോടുള്ള, നമ്മുടെ സഹജീവികളോട് പലതരം സമീപനം, പലതരം വിവേചനം കാണിക്കാനുള്ള ഒരു പരിശീലനം വീട്ടിനകത്തുനിന്ന് കിട്ടുന്നത് മാത്രമാണ്. അതുകൊണ്ട് ഉറക്കം നടിക്കുക തന്നെയായിരുന്നു, മറന്നു കളയുകയായിരുന്നു. അല്ല, ഖസാക്കിന് ഇന്ത്യയിൽ ഒരു ചോദ്യം കൂടി എന്നെ വളരെയധികം അലട്ടി, അല്ലെങ്കിൽ സങ്കീർണമായ ഒരു ചോദ്യം അതിനകത്തൊരു സംഭാഷണ ശകലം അതിനകത്ത് വരുന്നുണ്ട്. അത് ഫിദയോട് പറയുന്നുണ്ട്, പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മണപ്പിച്ചാണ് നമ്മുടെ വർഗമാണോ തീരുമാനിക്കുന്നത്. അത് മനുഷ്യരോ ഓരോരുത്തരും അവരവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ പൗരത്വം ചോദിച്ചിട്ടാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, പുരുഷനില്ലാത്ത ഒരു സ്ത്രീയും പൗരത്വമില്ലാത്ത മതമില്ലാത്ത ഒരു പുരുഷനും അവർക്ക് യാതൊരു പ്രസക്തിയും ഇന്നില്ല എന്നുള്ള. ഇത് വളരെ അവരെ പറ്റി പഠിച്ചിട്ടില്ല, അവരെ കുറിച്ച് ഡാറ്റ അവൈലബിൾ അല്ല, അവരുടെ ഡാറ്റ നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ്. മതമില്ലാത്ത ഒരു പുരുഷനില്ലാത്ത സ്ത്രീകൾ, നമ്മൾ എവിടെയെങ്കിലും അവരെക്കുറിച്ചുള്ള പഠനങ്ങൾ കണ്ടിട്ടുണ്ടോ? മതമില്ലാത്ത പുരുഷന്മാരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ അതിജീവിക്കുന്നു, നമുക്കറിയില്ല. നമുക്ക് മെൻസ് റൈറ്റ് കമ്മീഷനൊക്കെ വരുന്നുണ്ട്, പുരുഷന്മാർക്കെതിരെയുള്ള കള്ളക്കേസുകളിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഒരു സംഗതി നമുക്കിതുവരെ അറിയില്ല. എങ്ങനെയാണ് ഒരു പുരുഷൻ മതമില്ലാതെ, സമൂഹത്തിൻ്റെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത്? അതിനെക്കുറിച്ചൊരു ഡാറ്റയും ഇല്ല, കാരണം അവർ സർവേയിൽ പെടുന്നില്ല. സ്ത്രീകൾ ഒരു പുരുഷൻ്റെ സഹായമില്ലാതെ, ഒരു കുടുംബം ഇൻ ദ സോ കോൾഡ് ഇൻവെർട്ടഡ് കോമ ഇല്ലാത്ത സ്ത്രീകൾ എങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ മറികടക്കുന്നു, അവരെങ്ങനെ ഈ സമൂഹത്തെ നേരിടുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമ്മുടെ കയ്യിലൊരു ഡാറ്റ ഇല്ല, നമ്മൾ ആ പഠനം നടത്തിയിട്ടില്ല. ഇവരൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലെസർ പൗരന്മാരാണ്, കുറഞ്ഞ പൗരന്മാർ. ഇനി നമുക്ക് ഖസാക്കിലോട്ട് പോകാം. മീര ഇതിനു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് തൊട്ടേ, അതായത് വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്നുള്ള. ഈ ആമ്പിള്ളേരെ രാത്രി ഇറങ്ങി നടക്കുന്നു, ഇഷ്ടമുള്ളത് പോകുന്നു, തോന്നുന്ന പോലെ ചെയ്യുന്നു, ഞങ്ങൾക്ക് ചെയ്യണം. ഈ ഖസാക്കിൽ പോകുന്ന ട്രിപ്പ് തുടങ്ങിയപ്പോൾ തനിച്ചല്ല, മീരയുടെ സിസ്റ്ററും ബ്രദറിലെയും കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിചാരിതമായ സാഹചര്യങ്ങളിൽ പറ്റിയില്ല. അവസാന നിമിഷം തനിച്ച് തന്നെ അവിടെ പോയി. അപ്പം ഞാൻ 2024 സത്യത്തിൽ അന്ന് എൻ്റെ കൂടെ ദിലീപിനും കൂടെ വരാൻ പൈസ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വളരെ ദരിദ്രരായിരുന്നത് കൊണ്ടാണ്. അത് ഞാൻ പറയാൻ കാര്യം, ഞാൻ പണ്ടൊന്നുമല്ല, 2024 ഞാൻ ടെലിഗ്രാഫിൽ പത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. അതായത് ഏറ്റവും പ്രൊട്ടക്ഷനുള്ള ബംഗാൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ഞാൻ ഉത്തർപ്രദേശിൽ ഇലക്ഷൻ കവർ ചെയ്യാൻ പോയപ്പോൾ പല സ്ഥലങ്ങളിലും പോയി എനിക്ക് ഭയമായിരുന്നു. പലപ്പോഴും ഞാൻ തനിച്ച് പോയിട്ടില്ല, മറ്റു പത്രക്കാരുടെ ഒന്നിൽ കൂടെ കൂട്ടുക, അല്ലെങ്കിൽ അവിടെയുള്ള എൻ്റെ പരിചയക്കാരെ ഏതെങ്കിലും പ്രൊഫസർമാരെ കൊണ്ട് ഏതെങ്കിലും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ കാര്യം. എന്നെപ്പോലെ ഒരു മനുഷ്യൻ ഈ താടിയും വെച്ച് ഭാഷ അറിയാതെ പോയാൽ എന്ത് സംഭവിക്കുന്നുള്ളത് തീർച്ചയില്ല. അപ്പം അങ്ങനെ എനിക്കിപ്പോഴും ഭയമാണ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പോകാൻ ഭയമാണ്. അപ്പം ഞാൻ മീരയോട് ചോദിക്കുന്നത്, എങ്ങനെ ഈ ധൈര്യം കിട്ടി എന്നുള്ളതാണ് അവിടെ പോകാനായിട്ട്. പ്രത്യേകിച്ച് ആ തടാകം കാണാൻ പോകുന്നൊരു രംഗം വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അഡ്വഞ്ചറാണത്. അതെങ്ങനെ എവിടെ നിന്ന് ധൈര്യം കിട്ടി എന്നുള്ളത്. അതെന്താണെന്ന് അറിയാമോ? എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായ ഒരു പാഠമുണ്ടെങ്കിൽ അത് നമ്മളെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ഭയമാണ് എന്നുള്ളതാണ്. ഭയക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അവസാനമില്ല. അതുകൊണ്ട് ഭയമല്ലാതാക്കി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നോട്ട് പോകാനുള്ള ഏക ആയുധമായിട്ട് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയം തോന്നുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ അത് ചെയ്തിരിക്കും. എനിക്ക് എന്തിനെക്കുറിച്ചാണോ ഭയം അത് ഞാൻ ചെയ്തിരിക്കും. കാരണം അല്ലാതെ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലാത്തതുകൊണ്ട്. പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അത് മറ്റൊരു രാജ്യമാണ്. പ്രത്യേകിച്ചും
അത് ആരോഗ്യപരമായ ഒരുപാട് ഭീഷണികളും നമുക്കുണ്ട്. ആ സമയത്ത് യാത്ര ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ പ്രശ്നമാണ്. പക്ഷേ ഈ ബിഗ് അൽമാട്ടി ലേക്ക് കാണാൻ പോയ ഒരു സന്ദർഭം, ആ ഒരു ദിവസം എനിക്ക് പോകുന്നില്ലെങ്കിൽ പിന്നെ എനിക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ബിഗ് അൽമാട്ടി ലേക്കിൻ്റെ ഒരു ചിത്രം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ 7-8 വയസ്സ് മുതൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു സംഗതിയാണ്. അതൊന്ന് കാണുക എന്നുള്ളതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. പിന്നീട് ഒരിക്കൽ കൂടി എനിക്ക് അവിടെ പോകാൻ പറ്റുമോ എന്ന് തീർച്ചയില്ലാത്തത് കൊണ്ട് ഞാൻ എന്തും വരട്ടെ പോകാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ അത് എന്നെ ആരെങ്കിലും അവിടെ കൊന്നിട്ടിരുന്നെങ്കിൽ, ആ ടാക്സി ഡ്രൈവർ ഒരു നല്ല മനുഷ്യനായിരുന്നുണ്ട് കേട്ടോ, ഊബർ ഡ്രൈവർ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ കൊണ്ട് ഇറക്കി. അല്ലായിരുന്നെങ്കിൽ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ നോവൽ ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് പെൺകുട്ടികളോടും സ്ത്രീകളോടും പറയാനുള്ളത് അതാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് യാത്ര പോകണം. പുരുഷന്മാരില്ലാത്ത കൂടെ ഇല്ലാത്ത യാത്രയ്ക്ക് ഒരു ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ ദിലീപ് എൻ്റെ കൂടെ മിക്കവാറും യാത്രകൾക്ക് വരും. ദിലീപ് ഉണ്ടെങ്കിൽ എനിക്കൊന്നും അറിയണ്ട. പക്ഷേ നമ്മൾ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ ഒരു സ്വാശ്രയത്വം മനസ്സിലാകുന്നത്, നമ്മുടെ കഴിവുകൾ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഈ മനുസ്മൃതിയിൽ പറയില്ലേ, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോളൂ എന്ന്. ഒരു കൺകെട്ടാണ്. കാരണം അത് സ്ത്രീ സ്വന്തം കഴിവുകൾ, സ്വന്തം സിദ്ധികൾ, സ്വന്തം ശക്തികൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കൺകെട്ടാണ് മനുസ്മൃതിയിലെ മറ്റേ സംരക്ഷണം. അതിൽ വീണു പോകരുത്. എന്നാലും മീര ഐസിൽ തെന്നി വീഴുമ്പോൾ ദിലീപ് എന്ത് വിചാരിക്കുന്നതാണ് ആദ്യം ആലോചിക്കുന്നത് അല്ലേ? ദിലീപ് അത് കാരണം എന്താ വെച്ചാൽ, ദിലീപ് പിന്നെ ചെയ്യാൻ പോകുന്ന അടുത്ത് വല്ല ഹെലികോപ്റ്ററോ വല്ല പ്രൈവറ്റ് ജെറ്റോ വല്ലതും എടുത്തിട്ട് വരും. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഹിമാലയത്തിൽ പോയി. എല്ലാവിധ പ്രണയം എന്ന് പറയുന്ന പുസ്തകം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ഒരു ഹിമാലയ യാത്രയായിരുന്നു. അപ്പോൾ ഒരു ദിവസം പതിവിലും നമ്മൾ കണക്ക് കൂട്ടിയതിലും ഒരു ദിവസം വൈകിയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോഴേക്കും ദിലീപ് അവിടെ മിലിറ്ററിയൊക്കെ വിളിച്ചു കഴിഞ്ഞു. ദിലീപ് എൻ്റെ കൂടെ വന്നില്ല, പകരം താഴെ ബേസ് ക്യാമ്പിൽ ഇരുന്നിട്ട് മിലിറ്ററിയൊക്കെ വിളിച്ചു, ഇങ്ങനെ കാണാതെ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ ആലോചിച്ചത്, ഇങ്ങനെ പൈസ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയും കൂടെ ഒരു ചിലവ് വരുമോ എന്ന്. ഭാഗ്യത്തിന് അതുണ്ടായില്ല. പക്ഷെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ ഒന്ന് കാണണം. അതായത് മറ്റ് ലോകം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സുനിത വില്യംസ് പറഞ്ഞതായിട്ട് എൻ്റെ കൂടെ വന്ന വോളണ്ടിയർ കുട്ടികൾ പറഞ്ഞത്, ഈ മറ്റേ ബഹിരാകാശ പേടകത്തിലിരുന്ന് ഈ ഭൂമിയെ ഒന്ന് കാണുമ്പോൾ ഇതിനകത്തുള്ള മനുഷ്യരൊക്കെ എത്ര വിഡിത്തമാണ് കാണിക്കുന്നത്. അതിർത്തികൾ, യുദ്ധങ്ങൾ, പരസ്പര വിദ്വേഷമൊക്കെ എത്ര അർത്ഥമില്ലാത്തതാണെന്ന് കാണുന്നു. അതുപോലെ നമ്മൾ ഈ അതിർത്തി കടന്നു പോകുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ഈ പ്രകൃതിയുടെ ഒരു മൺതരി, ഒരു കാറ്റിൻ്റെ ഒരു കണിക മാത്രമായി തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. യാത്ര ചെയ്യണം, എല്ലാ അതിരുകളും താണ്ടണം എല്ലാ മനുഷ്യരും എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഫിദയെക്കുറിച്ച് സംസാരിക്കാതെ നമുക്ക് ആ ക്യാരക്ടർ ഫിദ, ഞാൻ പറഞ്ഞു, ഞാൻ വളരെ വായിച്ചിട്ട് വർഷങ്ങളായി. കാര്യം എൻ്റെ ജോലി നമ്മൾ ഈ രാഷ്ട്രീയ ആരുടെയും ആ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വായിക്കാനുള്ള മനസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലരോടും ക്ഷമ ചോദിക്കുന്നത്. പലരും എന്നോട് പരാതി വരെയുണ്ട്, ഇന്നും ഇവിടെ വെച്ചൊരാൾ നിങ്ങൾ എൻ്റെ പുസ്തകങ്ങളൊന്നും വായിക്കുന്നില്ല. ഇത് രാജഗോപാലിനെ കൊണ്ട് വായിപ്പിക്കാനാണ് ഞാൻ ഈ സെഷന് തന്നെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു, എനിക്ക് അതുകൊണ്ട് അറിയില്ല, മേ ബി ഐ എം റോങ്, പക്ഷേ ഫിക്ഷൻ വായിക്കാതെ എങ്ങനെ ഒരു നല്ല ജേർണലിസ്റ്റ് ആകാൻ പറ്റും? ഞാനൊരു നല്ല ജേർണലിസ്റ്റ് ആണെന്ന്. നിങ്ങളൊരു നല്ല ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതോ കാലത്ത് രാജഗോപാൽ വായിച്ച ഫിക്ഷനാണ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഫിദ വളരെ ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടറാണ്. ഇങ്ങനെ വേറെ ഇന്ത്യൻ ഒരു ഫിക്ഷനിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ എന്ന് അറിയാം. വളരെ ഫിസിക്കലാണ്. അതായത് പ്രത്യേകിച്ച് പുറത്തു വരുന്നത്, ഒന്ന് ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുന്നത്, 2 കുതിരസവാരി. ആ ഡീറ്റെയിൽസ്, ആ കുതിരയെക്കുറിച്ച് ഇത്രയും, അതായത് കുതിരയുടെ മുഖത്തല്ല തലോടേണ്ടത്, തന്നെ മുതുകിലാണ്, വലത് കാലം ഇടതുവശത്തൂടെ വെച്ച് ഇറങ്ങണം. അതുപോലെ ഈ പൊസൈഡോൺ എന്ന് പറഞ്ഞ ആ കുതിര മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫിസിക്കാലിറ്റിയുടെ ഒരു ത്രില്ല് അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് where did you get that from? അത് രാജഗോപാൽ, ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഒരു സ്ത്രീ ലോകത്തെ അറിയുന്നത് എപ്പോഴും അവളുടെ ഉടലിലൂടെയാണ്. സ്ത്രീ ഒരു വിവേചനം എന്താണെന്നറിയുന്നത്, അവൾ ആക്രമണം എന്താണെന്നറിയുന്നത്, വേദന എന്താണെന്നറിയുന്നത്, സ്നേഹം എന്താണെന്നറിയുന്നത്, ലോകം എന്താണെന്നറിയുന്നത്, പ്രകൃതി എന്താണെന്നറിയുന്നത്, ഇതെല്ലാം ഉടലിലൂടെയാണ്. അപ്പോൾ ഈ ഉടലൊരു വലിയ ഒരു ആയുധവും ഒരു മാധ്യമവും ചിലപ്പോഴൊക്കെ ഒരു വലിയ ബിംബവുമാണ്. അതുകൊണ്ട് ഉടലില്ലാത്ത ഒരു സ്ത്രീ
ആത്മാവ് മാത്രമേ, ആത്മാവിനെ നമുക്ക് സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റില്ല. ഉടലുണ്ടാകുമ്പോൾ മാത്രമാണ് സ്ത്രീയാകുന്നത്. ഉടലിലൂടെയാണ് നിങ്ങളൊരു സ്ത്രീയെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് സ്ത്രീക്ക് അവളുടെ ഉടൽ ഒരു വലിയ മാധ്യമവും വലിയൊരു ഒരു ഒരു എന്താണ് പറയേണ്ടത്, അടയാളവാക്യവുമാണ്. അതുകൊണ്ട് ഫിസിക്കൽ അല്ലാതെ ഒരു ഫിക്ഷനും എനിക്ക് പറ്റില്ല. മീരയുടെ ക്യാരക്ടേഴ്സിൽ ഒരു അങ്ങനെ ചെയ്യുന്നത് ശരിയാവുന്നില്ല. റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫിദ ആസ് എ സ്ട്രെങ്ത് ഓഫ് പവർ അല്ലെങ്കിൽ സിമ്പിൾ ഓഫ് സ്ട്രെങ്ത് അല്ലെങ്കിൽ പവർ എന്നുള്ളതിൽ ഏത് ലെവൽ? അങ്ങനെയല്ല, സ്ട്രെങ്തോ അല്ലെങ്കിൽ സ്ട്രെങ്തിൻ്റെ പേരിലല്ല എൻ്റെ കഥാപാത്രങ്ങളെ ഗ്രേഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. അവരെ ഗ്രേഡ് ചെയ്യേണ്ടത് അവരെത്ര ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. എത്രമാത്രം പരിണമിക്കുന്നു, കാലം, ജീവിതം, അനുഭവങ്ങൾ, രാഷ്ട്രീയം, സമൂഹം, കുടുംബം, അവൾ ഇടപെടുന്ന മനുഷ്യർ, യദൃച്ഛയാ കണ്ടുമുട്ടുന്ന അപരിചിതർ, ഇവരൊക്കെ ഇങ്ങനെ ഇവോൾവ് ചെയ്യാൻ, കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിയായി, ഒരു ജന്മമായി ഇവോൾവ് ചെയ്യാൻ സമ്മതിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം ഇവോൾവ് ചെയ്ത ആളാണ് ഫിദ. ഫിദ ഒരുപാട് ലോകം കണ്ടു കഴിഞ്ഞു. ഞാൻ പറയാറുണ്ട്, എൻ്റെ ഓരോ കഥാപാത്രവും എൻ്റെ തന്നെ ഓരോ യാത്രയിലെ ഓരോരോ സെൽഫികളാണെന്ന്. അപ്പോൾ ഫിദ എത്തുമ്പോഴേക്കും കുറേ കാലം കഴിഞ്ഞു, കുറേ യാത്ര ചെയ്തു, കുറേ സ്ഥലത്ത് തെന്നി വീണ് കാലൊടിഞ്ഞു. അപ്പോൾ ഫിദയ്ക്ക് അതിൻ്റേതായ അനുഭവങ്ങളുണ്ട്. ഇനി 2 ചോദ്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് അവരോട് സംസാരിക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്. എനിക്ക് ഫിദ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് നോട്ട് ടു ഫോൾ ഇൻ ലവ് വിത്ത് ഹർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതിൽ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അർമാൻ അലിയെ എന്ന് പറഞ്ഞ ക്യാരക്ടർ. കാരണം അതിനകത്ത് വളരെ അസാധാരണമായ ഒരു സംഭാഷണം. അത് ഫിദ അദ്ദേഹം ഒരു കുതിര സവാരി ടൂർ അതിൻ്റെ ഒരു സഹായിയായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പം ഒരു സമയത്ത് അതിന് എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഈ സെൻട്രൽ ഏഷ്യ മുഴുവൻ കുതിരപ്പുറത്ത് കാണുക എന്നുള്ളത്. കാരണം ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുക എന്നുള്ളതേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മൾ സൗത്ത് ഇന്ത്യയിലെ DNA പരിശോധിക്കുമ്പോൾ, നേരത്തെ രാജഗോപാൽ പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ ഓർത്തൊരു സംഗതി വിട്ടുപോയി. രാജഗോപാൽ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ ഇനിയിപ്പോൾ DNA സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടു നടക്കേണ്ട, ആധാർ കാർഡ് പോലെ അതിൽ ലാമിനേറ്റ് ചെയ്ത് കൊണ്ടു നടക്കേണ്ട ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ഞാൻ ഭയക്കുന്നു. അപ്പോൾ ആ DNA നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ DNA സൗത്ത് ഇന്ത്യൻ DNA 10% സെൻട്രൽ ഏഷ്യൻ DNA ഉണ്ട്. ചിംഗസ് ഖാൻ്റെ ഒരു സാധനം നമ്മുടെ കയ്യിലുമുണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും അത് വേർതിരിച്ച് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്, ഈ മാമ, ഏതോ ഒരു ആഫ്രിക്കൻ മാമ എരിത്രിയ വഴി കേരളത്തിലേക്ക് വന്നപ്പോൾ കൂടെ വന്ന ആ ഒരു യാത്രയുണ്ടല്ലോ, അനുഭവങ്ങളുണ്ടല്ലോ, അവരിലേക്ക് ഒരു സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന മറ്റേ ഒരു ധാര വന്ന് ലയിച്ചപ്പോൾ അവരെ കൊണ്ടുവന്ന മറ്റു തരം അനുഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ശരിക്കും ഈ മൃഗങ്ങളോടൊപ്പം തന്നെ അധിവസിച്ച് സഹവസിച്ച് ആ യാത്ര നടത്തണം എന്നാണ്. അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതെ, മൃഗം ഒരു പൊളിറ്റിക്കൽ ടൂള് കൂടിയാണ് അതിനകത്ത്. എല്ലാ നമ്മുടെ അന്വേഷണങ്ങളിലും, എല്ലാ ആക്രമണങ്ങളിലും, എല്ലാ പിടിച്ചെടുക്കുകളിലും, എല്ലാ നമ്മുടെ സൗഹൃദങ്ങളിലും കുതിര, നമ്മുടെ സെൻട്രൽ ഏഷ്യയിലും മറ്റു രാജ്യങ്ങളിലും കുതിരയും ഉണ്ടായിരുന്നു, ചെന്നായയും ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ചെന്നായ ഇണങ്ങിയാണല്ലോ നായയായത്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതെ മനുഷ്യർ ഇത്രയും മുന്നോട്ട് വരില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അർമാനും ഫിദയും കൂടി ഒരു വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഫിദ ചോദിക്കും, നിങ്ങൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്ന വളരെ അസാധാരണമായ, ഇന്ത്യയിലെ ഓരോ പൗരനും പറയേണ്ട ഒരു ഉത്തരം. അദ്ദേഹം പറയുന്നത്, ഐ ആം ദ ഓപ്പോസിഷൻ, ഞാൻ പ്രതിപക്ഷമാണ് എന്നാണ്. പ്രതിപക്ഷം ഒരു കർത്തവ്യമായിട്ട്, പ്രതിപക്ഷം ഒരു ജോലിയായിട്ട് ഒരു പൗരൻ പറയുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു എന്ത് മഹത്തായ ഒരു കാര്യമാണ് പറയുക. ഇവിടെ സംഭവിക്കുന്നതാണ് പ്രതിപക്ഷ ബഹുമാനമില്ലാതിരിക്കുക. എവിടെയായാലും ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള വലിയൊരു കർത്തവ്യം ഓരോ പൗരനും ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഈ നോവലിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓരോ പേജിലും പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഈ വിഷ്വൽ ഇമേജിൻ്റെ ഇടയിൽ കൂടി നമ്മളറിയാതെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റിൽ ഗോസ് ഫോർ യുവർ ജഗലർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അർമാൻ, അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം ഫസ്റ്റ് ഡ്രാഫ്റ്റ് വായിച്ചപ്പോൾ ഒരിക്കലും ഒരു വായനക്കാരെന്നതിലോ ഒരു ജേർണലിസ്റ്റിലോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ഈ അർമാനെ നിങ്ങൾ കൊല്ലരുത് ഈ നോവലിലെന്ന് പറഞ്ഞു. അപ്പോൾ ഐ തിങ്ക് എനിക്കത് കൊന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അർമാനെ പോലെ ഒരാൾ ഒരിക്കലും
ജീവനോടെ ഉണ്ടാവില്ല. ഐ എം സോറി. അതെ അതെ ഉണ്ടാകാൻ വഴിയില്ല. അതെ കാരണം അത് യാഥാർത്ഥ്യത്തിന്റെ 9 വർഷം കാരാഗ്രഹത്തിൽ കഴിഞ്ഞ ആളാണ്. അതിനുശേഷം ഫിദ തിരിച്ചു വന്ന ശേഷം എന്ത് സംഭവിച്ചു നമുക്ക് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കലാച്ചി ഏതാണ്ട് പ്രിന്റിങ് പോയ സമയത്താണ് മാതൃഭൂമിയുടെ ഒരു 1-ാം പേജിലൊരു വാർത്ത ഉണ്ടായിരുന്നു. 15 കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം തെളിവുകളില്ലാത്തതിനാൽ വിട്ടയക്കപ്പെട്ടു. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അനുഭവിച്ച, ഇന്ത്യക്കാരി എന്ന നിലയിൽ ഞാൻ അനുഭവിച്ച ഒരു ഹൃദയഭാരം, അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അമീർ ഖാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാളുടെ കഥ ഫ്രെയിംഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അയാളത് നന്ദിത ഹസ്കറാണ് എഴുതിയിട്ടുള്ളത്. അന്ന് നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർഷ് മന്ദറാണ് അന്ന് എനിക്ക് അമീർ ഖാനെ കാണാൻ അവസരമൊരുക്കി തന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് ഈ തരം കാര്യങ്ങളെ മറന്നു കളയുന്നത്. ഒരു ലാർജർ പേഴ്സ്പെക്റ്റീവ് ഇല്ലാതെ, ഒരു എന്താണ് വിശാലമായൊരു വീക്ഷണമില്ലാതെ എങ്ങനെയാണ് നമുക്ക് നിസ്സാരമായ പ്രാദേശിക പ്രശ്നങ്ങൾ വച്ച് വലിയ ബോംബുകളും വലിയ സെൻസേഷണൽ സ്റ്റോറീസും ഉണ്ടാക്കി അതിൽ അഭിരമിക്കാൻ കഴിയുന്നത്? അതൊരു ചോദ്യമാണ്. പ്രായമാകും തോറും എന്നെ അലട്ടുന്ന ഒരു ചോദ്യം അതാണ്. എൻ്റെ അവസാനത്തെ ചോദ്യം, ഇതൊരു കുത്തിത്തിരിപ്പ് ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എനിക്കറിയാം, എന്നാലും ചോദിക്കണം. കാര്യം ഞാൻ യാത്ര വരുന്ന വഴിയിൽ എൻ്റെ ഒരു സുഹൃത്ത് ചോദിക്കണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ചാണ്. അതായത് നമ്മുടെ രാഷ്ട്രീയം ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും, പാർലമെൻറ്റിലായാലും നമ്മുടെ ജീവിതത്തിലായാലും ബസ് സ്റ്റോപ്പിലായാലും ഹോട്ടലിലായാലും ഇവിടെ ഇരിക്കുമ്പോൾ പറയുന്നു. അപ്പോൾ നമ്മൾ കഥ പറയുമ്പോഴും ഇത്ര രാഷ്ട്രീയം ഇത്ര പറയേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിലേ കഥ രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ച് പറഞ്ഞാലും കഥയിലൊരു രാഷ്ട്രീയം ഉണ്ടാവും. അതാണ് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം. നമ്മൾ ആദ്യം കേട്ട കഥകളൊന്നും നമ്മൾ രാഷ്ട്രീയം പഠിച്ചിട്ട് കേട്ടതല്ല. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിലൊക്കെ വലിയ രാഷ്ട്രീയം ഉണ്ടായിരുന്നെന്നും ഈ വലിയ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാകാൻ ഓരോ കഥയും നമ്മളെ പരിശീലിപ്പിക്കുകയായിരുന്നെന്ന് നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിവാണ് നമ്മളെ രാഷ്ട്രീയ ജീവികളാക്കുന്നത്. ഞാനീ പറഞ്ഞ ഉരശിമ തരോയുടെ ജീവിതം, അത് 2500 വർഷങ്ങൾക്ക് മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ജപ്പാനിലുണ്ടായിരുന്ന കഥയാണ്. ഏറ്റവും ഒടുവിലെത്തുമ്പോൾ റിപ്വാൻ വിങ്കിളിലെത്തുമ്പോഴേക്കും അപ്പോഴും അതിനൊരു രാഷ്ട്രീയ മാനമുണ്ട്. അതിന് തൊട്ടു മുന്നിൽ പീറ്റർ ക്ലോസിൻ്റെ കഥയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച് കളഞ്ഞത്. നാച്ചുഗേൽ എന്ന് പറയുന്ന ഒരു വൈദികനാണ് അത് എഴുതിയത്. അദ്ദേഹം ഒരുപക്ഷെ ബിബ്ലിക്കൽ സാഹചര്യങ്ങളിൽ എഴുതിയതായിരിക്കാം. പക്ഷേ എഴുതി വന്നപ്പോൾ ഈ ആത്മാക്കൾ ഉറങ്ങുന്ന മലമുകളിൽ നിന്ന് പഴയ രാജാവിനെ, പഴയ ഐതിഹ്യത്തിലുണ്ടായ രാജാവിനെ തിരിച്ചുണർത്തി കൊണ്ടുവന്ന് ഒരു വളരെ പരിപാവനമായ അവരുടെ ഒരു രാമരാജ്യം പുനർനിർമ്മിക്കാനുള്ളൊരു ശ്രമമായിരുന്നു ആ കഥ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊന്നും യാത്ര ചെയ്തിട്ടേ ഇല്ല. നമ്മൾ യാത്ര ചെയ്തതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. സ്വപ്നത്തിലാണ് നമ്മൾ ഈ യാത്ര ചെയ്തതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ഏറ്റവും കൂടുതൽ അലട്ടുന്നൊരു കാര്യം. നമ്മൾ എവിടെയും പോയിട്ടില്ല. റോക്കിംഗ് ചെയറിലിരുന്ന് ആടുന്നത് പോലെ ഇരുന്ന് സ്വപ്നം കാണുക മാത്രമായിരുന്നു ഓരോ നിമിഷവും, ഓരോ വർഷവും, ഓരോ വയസ്സും, ഓരോ തെരഞ്ഞെടുപ്പും, ഓരോ ഗവൺമെൻറ് മാറി മാറി വരുമ്പോഴുള്ള നമ്മുടെ പൗരാവകാശ വിനിയോഗവും. അത് മറന്നു പോകരുതെന്ന് മാത്രമേ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ തൊട്ട് അതിന് മുമ്പ് ഒരു കാര്യം, ഈ പുസ്തകം ഞാൻ പറയുന്നത് വായിക്കുമ്പോൾ ഈ പുസ്തകം നമ്മളിൽ നിന്ന് കുറച്ച് എൻഗേജ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഈ ഒരു പോപ്കോൺ അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ പെട്ടെന്ന് വായിച്ചു പോകുന്നൊരു പുസ്തകമല്ല. വളരെയധികം നമ്മൾ യു ഹാവ് ടു ഇമേഴ്സ് യുവർ സെൽഫ് ഇൻ ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇങ്ങനൊന്നും പറഞ്ഞ് പേടിപ്പിക്കാതെ രാജഗോപാൽ, അത് വായിക്കണം. ഞാൻ പറഞ്ഞല്ല നമ്മൾ ഭയക്കരെന്ന് പറയണം. ഇത് കവർ ഞാൻ പറഞ്ഞത് ഈ ഡിമാൻഡ്സ് ഓർ എൻഗേജ്മെൻറ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ല 2 പേജ് വായിച്ചിട്ട് പിന്നെ വായിക്കാം, അങ്ങനെയല്ല. എനിക്ക് അത് ഇറ്റ്സ് റെസ്പോൺസിബിൾ, നമ്മുടെ വായിക്കേണ്ട ചുമതലയാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പൗരൻ്റെയും ചുമതലയാണ് പ്രതിപക്ഷമാകുക എന്നുള്ള. നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കണ്ണീര് കൊടുക്കുക, വല്ലയിടത്തും വന്ന് പ്രസംഗിക്കുകയല്ല വേണ്ടത്. ഇങ്ങനെയുള്ള ഡീപ്പ് എൻഗേജ്മെൻറ്റ് ആണ് ആവശ്യം. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിക്കണം ഒന്നും കൂടെ ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഐ എം ഓപ്പണിംഗ് ദ ഫ്ലോ ഫോർ ക്വസ്റ്റ്യൻസ്. പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്നാണ്, സാറ് പറഞ്ഞിടത്തു നിന്നാണ്, കലാച്ചി വായിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തെ ഒരു വായനയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവിധ പ്രണയവും മാഡം പറഞ്ഞു, അത് ഈ കാലഘട്ടത്തിലെ ഒരുപാട് ആളുകൾ നല്ല നിലയ്ക്ക് വായന നടന്നിട്ടുള്ളൊരു പുസ്തകമായിരിക്കും. കലാച്ചി ഞാനിപ്പോൾ എടുത്തിട്ട് സാറ് പറഞ്ഞ എൻ്റെ ഉറക്കക്കുറവിൻ്റെ രാത്രികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ബുക്ക്.
ഞാൻ പറയുന്നത് കലാച്ചിയെ ചെറുതാക്കാൻ പറ്റുമോ എന്ന ചോദ്യം തെറ്റാണെന്ന് അറിയാം. പക്ഷേ കലാച്ചി കൂടുതൽ വായിക്കപ്പെടേണ്ടതല്ലേ ശരിക്കും? അത്ര വലിയ ഒരു പുസ്തകം എനിക്ക് തോന്നുന്നു 600 സംതിങ് പേജുകളാണെന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെ കലാച്ചി പോലത്തെ ഒരു പുസ്തകം കൂടുതൽ ആളുകളിലേക്ക്, ഞാൻ പറഞ്ഞത് ഈ പുതിയ തലമുറ ഈ പൗരത്വ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കലാച്ചിയുടെ രാഷ്ട്രീയം വായിക്കപ്പെടണം എന്ന് നമ്മൾ ആരെക്കുറിച്ചാണോ കരുതുന്നത് അവരെ കൊണ്ട് വായിപ്പിക്കാൻ നമുക്കൊന്ന് ചെയ്യാൻ കഴിയും. കലാച്ചിയെ ചെറുതാക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. കലാച്ചിയെ കൊണ്ട് ഏതാനും ആളുകളെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളതേ അല്ല എൻ്റെ ലക്ഷ്യം. കലാച്ചി ഞാൻ എഴുതുമ്പോൾ വാസ്തവത്തിൽ ഞാൻ അതാരെങ്കിലും വായിക്കുമെന്ന് വിചാരിച്ചെഴുതിയതല്ല. അത് എൻ്റെ ഒരു എന്താണ് അസ്വസ്ഥത എഴുതി തീർക്കാനുള്ള ശ്രമം മാത്രമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ പുസ്തകങ്ങളെപ്പറ്റി എനിക്കിപ്പോൾ വലിയ സന്തോഷം, വലിയ ശുഭാപ്തി വിശ്വാസമാണ്. 25 വർഷം മുമ്പ് എഴുതിയ പുസ്തകങ്ങൾക്ക് ഇപ്പോഴാണ് കൂടുതൽ വായനക്കാരുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കാലത്തിനൊപ്പം എൻ്റെ കൂടെ വന്നോളും. അവരവരുടേതായിട്ടുള്ള യാത്രയിലാണ് വായനക്കാരും. അവർ പരിണമിക്കുമ്പോൾ അവരും ഈ കഥാപാത്രങ്ങൾക്കൊപ്പം പരിണമിക്കും. അവർക്ക് താതാത്മ്യപ്പെടാൻ പറ്റുന്ന ഇടങ്ങളിൽ അവർ താതാത്മ്യപ്പെടും. എൻ്റെ ചോദ്യം അതല്ല, കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മൾ എത്ര ഇടം കൊടുക്കുന്നു? നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ അയൽ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ട്രീറ്റിലുള്ളവർക്ക്, നമ്മുടെ മതത്തിൽപ്പെട്ടവർക്ക്, മറ്റ് മതങ്ങളിൽപ്പെട്ടവർക്ക് നമ്മൾ എങ്ങനെ ഇടം ഒരുക്കുന്നു? ആ ചോദ്യമാണ് എനിക്ക് കലാച്ചിയിലൂടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് വെച്ചാണ് അസ്വസ്ഥമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സന്തോഷ്. ഈ പുസ്തകത്തിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സ്വന്തം രാജ്യത്ത് അന്യരായി പോകുന്നവരുടെ കഥ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സമൂഹം, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം പോകുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ഡെമോക്രസി എന്ന് മാറിയിട്ട് ഓട്ടോക്രസി, അവർ തീരുമാനിക്കുന്നു നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്ന രാഷ്ട്രീയമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഈ ഒരു രാഷ്ട്രീയം, 2 ചോദ്യമുണ്ട്. ഒന്ന്, ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം നിൽക്കുമ്പോൾ ഈ രാഷ്ട്രീയം എഴുതാൻ പേടിയുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, പേടിക്കുന്ന ഒരു സാധനം ഞാൻ എഴുതുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ആരോടും ഇത്ര കൊല്ലം ജീവിച്ചിരിക്കാമെന്ന് ഉറപ്പൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്നില്ല. രണ്ടാമത്തെ ചോദ്യം, രാഷ്ട്രീയം വ്യക്തമായിട്ട് അത് ശരിക്കും രാജഗോപാലനോടാ ചോദിക്കേണ്ടത്. ഇത്രയും ഭീകരമായ തലക്കെട്ടുകളൊക്കെ ഇട്ടിട്ട് ഇപ്പോഴും ഇരിക്കുന്നില്ലേ? അതാണ്. ആസാദി പോലൊരു പുസ്തകം ശ്രീമതി അരുന്ധതി റോയ് എഴുതി കുറച്ച് കാലങ്ങൾക്ക് ശേഷം രാഷ്ട്രീയം വിളിച്ച് പറഞ്ഞത് കാരണം ജമ്മു കാശ്മീരിൽ ബാൻ ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. നാളെ ഒരു ദിവസം കലാച്ചി ഇതുപോലെ ബാൻ ചെയ്യപ്പെട്ടാൽ? എൻ്റെ ഡോക്ടറെ ഇങ്ങനൊന്നും എന്നെ ഇട്ട് പേടിപ്പിക്കാതെ, ആളുകൾ പുസ്തകം വായിച്ചോട്ടെ, ഞാൻ ജീവിച്ചോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പേര് ഇബ്രാഹിം കലന്തർ എന്നാണ്. അത് പറയാൻ കാരണം മാം നേരത്തെ പറഞ്ഞ പോലെ ജാതിയോ മതമോ ഇല്ലാത്ത പുരുഷന്മാരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ച പോലെ മുസ്ലിമായിട്ടാണ് ഞാൻ ജനിച്ചത്. പക്ഷേ ജാതിയും മതവും വേണ്ട, അതിന് പകരം ഓരോ മനുഷ്യരെയും ഓരോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കാണാമെന്ന് ഞാൻ ജീവിതത്തിലൂടെ പഠിക്കുന്നുണ്ടായിരുന്നത് പുസ്തകങ്ങളും അതുപോലെ തന്നെ മനുഷ്യരെയും കണ്ടുകൊണ്ടാണ്. എല്ലാവരും കലാശിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഞാനിപ്പോൾ വായിക്കുന്ന പുസ്തകം, കലാശി വായിച്ചിട്ടില്ല, ഞാൻ ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ വായിക്കുന്ന പുസ്തകം ഡേയ്സ് അറ്റ് മൊറിസാക്കി ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു വരി എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ, എല്ലാവരുടെയും ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും നമ്മുടെ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ അതേ പുസ്തകമായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു പുസ്തകമായിരിക്കാം. നമ്മുടെ ഈ കഥകളും എക്സ്പീരിയൻസുകളും ആയിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ലോകത്തേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു പുസ്തകം നമ്മുടെ ലൈഫിൽ കാണും. അപ്പം മാമിനെ ഏതൊരു സിറ്റുവേഷൻ ആയിരുന്നു ആദ്യമായിട്ട് ഒരു പുസ്തകത്തിലേക്ക് എത്തിച്ചത്? അതുപോലെ തന്നെ ഏത് പുസ്തകമാണ് ഇല്ല എനിക്കിത് തുടരണമെന്ന് മുമ്പോട്ട് കൊണ്ടുപോയത് ഏതാണെന്ന് അറിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ ആദ്യം അമ്മ വായിച്ചു തന്ന ഒരു പുസ്തകമാണ് എന്നെ പുസ്തകത്തിൻ്റെ ലോകത്തിലേക്ക്, കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന് പറയുന്ന വി സുത്യേവിൻ്റെ പുസ്തകമാണ്. ആ പുസ്തകമാണ് എനിക്ക് ഈ ലോകം എന്ന് പറയുന്നത് കേവലം മനുഷ്യരുടേത് മാത്രമല്ല, ഈ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഷഡ്പദങ്ങൾക്ക് വരെ അവരുടേതായൊരു ലോകമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്. പിന്നീട് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു ആള് എയിൻ റാൻഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ജീവിതത്തോടുള്ള കാഴ്ചപ്പാട്. എയിൻ റാൻഡിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഒരു അതിൻ്റെ പ്രമാണങ്ങളൊന്നുമല്ല, ഒരു സ്ത്രീ ആയിരിക്കുക, അതിൽ അൺഅപ്പോളജറ്റിക് ആകുക എന്ന ഒരു പാഠം എനിക്കതിൽ നിന്ന് കിട്ടി. ഓരോ പുസ്തകവും നമുക്ക് ഓരോന്ന് തരുന്നുണ്ട്. അത് കണ്ടെത്തുകയും അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്
വാസ്തവത്തിൽ ഒരാളിൻ്റെ വായിക്കുന്ന ആളിൻ്റെ യഥാർത്ഥത്തിലുള്ള കഴിവ് അവിടെയാണ് ഇരിക്കുന്നത്. എൻ്റെ യാത്രക്കിടയിലെ സെൽഫിയാണ് എൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ കഥാപാത്രങ്ങളെ നമുക്ക് അസ്വസ്ഥമാക്കാറുണ്ടോ? സത്യത്തിൽ ഞാൻ തന്നെ അസ്വസ്ഥയാണ്. അസ്വസ്ഥത ആൾരൂപം പൂണ്ടതാണ് ഞാൻ. എപ്പോഴെങ്കിലും മികച്ച പ്രലോഭനങ്ങൾ വരുമ്പോഴാണ് ആളുകൾ പക്ഷം മാറുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാവുന്ന പക്ഷം മാറ്റം എന്നുള്ളത് പക്ഷങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് രാഷ്ട്രീയപരമാവാം, അത് ഏത് രീതിയിലാവാം. പക്ഷെ അങ്ങനെ പക്ഷം മാറിപ്പോകാനുള്ള ആഗ്രഹം തോന്നാറുണ്ടോ? എനിക്കറിഞ്ഞൂടാ. എൻ്റെ ബ്രെയിൻ സെൽസ് ഒക്കെ നശിച്ചു പോവുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് സംഭവിക്കുകയെന്നൊന്നും എനിക്കറിയില്ല. ഇതേപോലെ ഇത്രയൊക്കെ കോശങ്ങൾ മസ്തിഷ്കത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഇതേ വിവേചന ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ സാധ്യതയില്ല. കാരണം ഇത് വളരെ കാലത്തെ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ഒക്കെ ആർജിച്ചെടുത്ത ഒരു കാഴ്ചപ്പാടായതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ എന്നത്തെയും അവസ്ഥയെപ്പറ്റി, അവരുടെ അരക്ഷിതാവസ്ഥയെപ്പറ്റി ആശങ്കാകുലരാകുന്ന ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് വളരെ ആശങ്കാകുലരാകുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ നന്ദിയുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യ സമര കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സന്ദർഭത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കോൺഗ്രസ്, മുസ്ലിങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു: നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളാം. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ അത് പാലിക്കപ്പെടുന്നില്ല എന്നും താങ്കൾ അത് എന്നോട് അനുബന്ധിച്ച് പറഞ്ഞു. എന്നാലും ഇന്നത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് വല്ലതും സംസാരിക്കുന്നത് പോലും. അറ്റ്ലീസ്റ്റ് സ്റ്റേജിൽ അവരുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം സ്ഥാനാർത്ഥികൾ, അവരെ പിന്തുണക്കുന്നവർ പോലും അവരെ അവരുടെ കൂട്ടത്തിൽ സ്റ്റേജിൽ പോലും നിർത്താൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അന്നത്തെ രാഷ്ട്രീയ, അതായത് ഹൈന്ദവ ഭൂരിപക്ഷ വലതുപക്ഷ തീവ്രവാദ സംഘടനകൾ അവരുടെ ഭാഗത്തു നിന്ന് ഈ മുസ്ലിങ്ങളോടുള്ള ഈ സമീപനത്തെ സംബന്ധിച്ച് വളരെ മറ്റൊരു രീതിയിൽ പ്രതികരിച്ചിരുന്നു. പക്ഷെ ഇന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ അവരെ പോലും തീവ്രവാദികളാണോ അല്ലെ ജിഹാദികളാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തം ഒരു ഭയത്തിൻ്റെ അവസ്ഥയിലേക്ക് മുസ്ലിങ്ങളെ നിർത്തിയിരിക്കുന്നു. അത് വളരെ വളരെ ഒരു അസ്വസ്ഥമാക്കുന്ന മറ്റൊരു നിരീക്ഷണം തന്നെയാണ് സർ. വാസ്തവത്തിൽ എനിക്ക് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയൊരു സന്ദർഭമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനായിരുന്ന സഹോദരൻ അയ്യപ്പൻ്റെ വരികൾ. അതായത്, വലുതിന്നിര ചെറുതെന്നത് മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നത് നരജീവിത ധർമ്മം. വലുതിൻ്റെ ഇര ചെറുതാണ്, അല്ലെങ്കിൽ ചെറുത് വലുതിൻ്റെ ഇരയാണ് എന്നത് മൃഗജീവിത ലോകത്തിലെ നിയമമാണ്. പക്ഷെ മനുഷ്യ ജീവിതത്തിലെ നരജീവിത ധർമ്മം എന്ന് പറയുന്നത് വലുത് ചെറുതിന് തുണ നിൽക്കുകയാണ്. അതാണ് മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്ന് എഴുതിയത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് പറഞ്ഞത്. സഹോദരൻ അയ്യപ്പൻ മതമില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ പറഞ്ഞു, നമ്മുടെ അയ്യപ്പൻ ദൈവമില്ല എന്നൊക്കെ, മതമില്ല എന്നല്ല ദൈവമില്ല എന്ന് പറഞ്ഞപ്പോൾ, നമ്മുടെ അയ്യപ്പൻ ദൈവമില്ലെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, പക്ഷേ അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ടല്ലോ എന്ന്. ഇത് രണ്ടും മറന്ന് കളഞ്ഞിട്ട് ഗുരുവിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന, ഗുരുവിൻ്റെ ഉടമസ്ഥത കൈയാളാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് മറ്റെന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? അത് രാഷ്ട്രീയമായി, അത് ഒരു രാഷ്ട്രീയ ആദർശമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിലാണ്. ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. നൈതികതയുടെ, മൊറാലിറ്റിയുടെ, ധാർമ്മികതയുടെ പ്രശ്നമാണ്. അത് പലസ്തീനായാലും അത് ന്യൂനപക്ഷങ്ങളോടുള്ള ഈ രാജ്യത്തിനകത്തുള്ള സമീപനമായാലും കുറച്ചുകൂടി മഹത്തരമാകാവുന്ന ഒരു ചിന്തയ്ക്ക് എങ്ങനെ പ്രതിരോധമുണ്ടാക്കാം, എങ്ങനെ അത് ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ തന്ത്രപരമായൊരു ഗൂഢാലോചന മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, ചെറിയ പാഠപുസ്തകങ്ങളിലൂടെ ഒക്കെ നടക്കുന്ന ഒരു സംഗതിയാണ് നടക്കുന്നത്. ഇത് തിരിച്ചടിക്കാൻ പോകുന്നത് വളരെ വൈകാതെ നമ്മളിലേക്ക് ഇറങ്ങി വരുമെന്നുള്ളത് തിരിച്ചറിയണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അത്രയേ ഉള്ളൂ പറയാൻ.
അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ വളരെ പ്രധാനമാണ്. നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ തീവ്രവാദിയാക്കും, ദളിതർക്ക് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ മാവോയിസ്റ്റ് ആക്കും. അതുകൊണ്ടാണ് പറഞ്ഞൊരു ഇൻഡിവിജ്വലിന് സത്യം നമ്മൾ നേരിട്ട് വരും. ഇൻഡിവിജ്വലിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസിന് മാത്രമേ ഇത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ മുഖ്യധാര പാർട്ടികൾ അവരുടെ റെസ്പോൺസിബിലിറ്റി അബ്ഡിക്കേറ്റ് എന്ന് പറയുന്നത്. അതിന് ഒരു ഏറ്റവും നല്ല അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം ഞങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടും, ഭൂരിപക്ഷം ഇടാൻ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പാർട്ടിയുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഇത്ര വർഷം ഭരിക്കാം എന്ന് പറഞ്ഞാണോ ഏതെങ്കിലും പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്? ഭരണത്തിൽ വരിക എന്നുള്ളതാണോ ഒരു പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആലോചിക്കണ്ടേ? മഹാത്മാഗാന്ധി ഏതെങ്കിലും പോസ്റ്റ് ഇരുന്നിട്ടുണ്ടോ? അപ്പം എന്ന് നമ്മുടെ ഗാന്ധിജിയെ പറ്റി പറയരുത് പ്ലീസ്. അല്ല പറഞ്ഞേ എന്ന് അല്ല ഞാൻ പറഞ്ഞത് എന്ന് നമ്മൾ ഈ സത്യം നമ്മുടെ പാർട്ടികൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പോ ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ്, ഇത്ര സീറ്റ് നമ്മൾ ഇപ്പോൾ ആനുവൽ പ്രോഫിറ്റ് 4% പ്രോഫിറ്റ് കൂട്ടും, 5% പാർലമെൻറ്റ് സീറ്റ് കൂട്ടും, അതാണ് നമ്മുടെ പുരോഗതി എന്ന് നമ്മൾ ആ ട്രാപ്പിനകത്ത് വീണോ അന്ന് കൊടുത്താണ്. അപ്പം ഭരണം പോയാലും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള എത്രയോ നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു വോട്ട് ലാലു പ്രസാദ് പറഞ്ഞില്ലേ, ഒരു വോട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ രഥയാത്ര തടഞ്ഞു അദ്ദേഹം. മുലായം സിംഗ് ചെയ്തു. അവരെ ഞാൻ കേരളത്തിലും ഉണ്ടല്ലോ, ഞാൻ ഒരു വോട്ട് പോലും എത്ര വോട്ട് പോലും കുഴപ്പമില്ല, വി വിൽ ഡു വാട്ട് ഇസ് നെസസറി ടു ബി ഡൺ. ഇത് പറയാനൊരു ഇത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്തായാലും കുഴപ്പം എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. പുരുഷന്മാർ കൂടെ ഇല്ലാത്ത സ്ത്രീകൾക്ക് സമൂഹത്തിൽ പ്രാധാന്യമില്ല എന്ന്. അങ്ങനെയല്ല പറഞ്ഞത്, അവരെ പറ്റി ഒരു പഠനം നടന്നിട്ടില്ല എന്നാണ്. പക്ഷെ ലാസ്റ്റ് മാഡം പറഞ്ഞു അവർക്ക് സമൂഹത്തിൽ ഒരു പ്രാധാന്യമില്ല എന്നൊരു വാക്ക് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്? സാറാണോ ഞാൻ വരുന്ന സമയത്താണ് അത് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചോദിക്കാൻ കാരണം, അങ്ങനെ പറയാൻ കാരണം എന്താ? അതെനിക്ക് പറ്റിയ നാക്കുപഴ എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ, വായിച്ചധികം പരിചയമില്ല, എനിക്ക് റീറ്റെയിൻ ചെയ്യാൻ വലിയ പ്രശ്നമാണ് ഇൻഫർമേഷൻ. അതുകൊണ്ട് പറ്റിപ്പോയ അബദ്ധമാണ്. ഞാൻ പ്രധാനമായി ഉദ്ദേശിച്ചത് നമുക്കെല്ലാം എന്തെങ്കിലും റിലേറ്റീവായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജഡ്ജ്. അത് പറഞ്ഞില്ല, ഒരു പട്ടി മറ്റൊരു പട്ടിയെ മണത്തിട്ടാണ് വർഗ്ഗഭേദം തീരുമാനിക്കുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? ഇപ്പോൾ ഈ ഉദാഹരണം ഇത് ഡോഗ് ടാഗ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എനിക്കിത് വലിയ വിരോധമായിരുന്നു. ഞാൻ പഠിക്കുന്ന പത്രത്തിൽ തന്നെ ഇത് പണ്ട് പത്രോഫീസിൽ ആർക്കൊണ്ട് കയറി പോകുമായിരുന്നു. ഇത് വന്നപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനത് നോർമലൈസ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ എന്നെ ആദ്യം അണിയിപ്പിച്ച ഇതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാളെ കണ്ടിട്ടല്ല ദൈവം മറ്റൊരാളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. സ്വന്തമായിട്ട് ജീവിക്കാൻ എല്ലാവരും, സ്ത്രീ ആയാലും പുരുഷനായാലും കഴിയും. ഞാനിത് പറയാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് 3 കുട്ടികളുണ്ട് കേട്ടോ. എങ്കിൽ പോലും ഒറ്റക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ അല്ല, നമ്മുടെ പോയിന്റ് അത് വേറെ, അത് മറ്റൊരർത്ഥത്തിലാണ്. ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ കലാച്ചി ഒന്ന് വായിച്ചു നോക്കും. അപ്പോൾ അതെന്താണ്, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല, എങ്കിൽ പോലും ആ ഒരു വാക്ക് അതാണ്. ഈ കഥാസന്ദർഭം അറിയാതെ പലപ്പോഴും കഥയിലെ ഡയലോഗുകൾ എടുത്തുയർത്തിയാണ് ഇപ്പൊ രാഷ്ട്രീയം പോലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ, അങ്ങനെ ഒരു വാക്ക് ആ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ അത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ കഥാസന്ദർഭം വായിക്കുമ്പോൾ അതിൽ മനസ്സിലാവും. ശരി, നമ്മളിപ്പം മാം സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വരെ നമ്മൾ പറഞ്ഞു ആൺ പെൺ, നമ്മൾ ഒരുപാട് തവണ അത് റിപ്പീറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ഇവിടെ വിട്ടുപോയൊരു വിഭാഗക്കാരുണ്ട് ഈ കാലഘട്ടത്തിലേക്ക്. എന്തുകൊണ്ട്, എനിക്ക് മാമിൻ്റെ ആൻസർ ആയിട്ടല്ല, മാമിൻ്റെ അഭിപ്രായം മതി. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ, അതായത് ഈ മാമിൻ്റെ തന്നെ ആയാലും മാമിൻ്റെ തത്തുല്യരായ മറ്റ് പോയട്രീസിൻ്റെ ആണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു 3-ാം അല്ലെങ്കിൽ 4-ാം ജെൻഡർ ആൾക്കാരെ കുറിച്ച് വേണ്ട രീതിയിൽ പരാമർശിക്കാതെ പോകുന്നത് മാമിൻ്റെ അഭിപ്രായം പറഞ്ഞു. സാധാരണ ഞാൻ ഏത് വേദിയിൽ ആൺ പെണ്ണെന്ന് പറഞ്ഞാലും അടുത്തതായി ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന് കൂടി ചേർക്കാറുണ്ട്. അത് ഇതിന് തൊട്ട് മുമ്പുള്ള സെഷൻ കേട്ടാലും മനസ്സിലാവും, ആൺകുട്ടിയാവട്ടെ പെണ്ണാവട്ടെ. പക്ഷേ ഇവിടെ അതിന് പറയേണ്ട ആവശ്യം വന്നില്ല. കാരണം അത് ആ കഥയെ ആസ്പദമാക്കി പറഞ്ഞിരുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം എന്ന് പറയുന്നത് ഈ എങ്ങനെയാണോ നമ്മളൊക്കെ ജനിച്ചത്, ദൈവം സൃഷ്ടിച്ചത് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ജനിച്ചത് അതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാകയാൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും ഒരേ അന്തസ്സുണ്ടെന്നുമാണ്. അതുതന്നെയാണ് നമ്മുടെ ഭരണഘടനയിലും പറയുന്നത് എന്നതുകൊണ്ട് അതിൽ തീരെ സംശയമില്ല. ഓരോ വ്യക്തിയും അതാണാണോ പെണ്ണാണോ എന്നുള്ളത്, ട്രാൻസ്ജെൻഡർ വ്യക്തിയാണോ എന്നുള്ളത് സമൂഹം പഠിപ്പിച്ചെടുക്കുന്നതാണ്. അവരെല്ലാവരും തന്നെ പൗരന്മാരാണ്, എല്ലാവരും തന്നെ വ്യക്തികളാണ്. എല്ലാവരും പൗരാവകാശങ്ങളെക്കാൾ മനുഷ്യാവകാശങ്ങൾ, ശരിക്കും പൗരാവകാശങ്ങൾക്ക് മനുഷ്യാവകാശങ്ങളും രണ്ടായിട്ട് തിരിക്കുന്നു എന്നുള്ളതാണല്ലേ. നീതിയും നിയമവും പോലെ 2 വാക്കുകൾ ഉണ്ടാകുക, 2 അവകാശങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്
ഈ കാലത്തെ മനുഷ്യരാശി നേരിടുന്ന വലിയ ദുരന്തം. രണ്ടും ഒന്നാകേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ അതല്ല. മീരമേടത്തോടാണ്. പേരെന്താണ്? പേര് രാജു. രാജു. ഇപ്പോൾ ഒരു പുസ്തക വിവാദത്തിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പത്രത്തിലും ചാനലുകളിലൊക്കെ. MT ബന്ധപ്പെട്ടിട്ടാണ്. എം ടിയെക്കുറിച്ചുള്ള MT സ്പേസ് മാഡം അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു, ദീദി എഴുതിയ പുസ്തകത്തിൻ്റെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളൊരു വ്യക്തിത്വത്തെക്കുറിച്ച് എഴുതുമ്പോൾ, നമുക്കറിയാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ എതിർപ്പ് നോക്കിയിട്ടാണോ അതല്ലെങ്കിൽ അവരെ ഫേവർ ചെയ്തുകൊണ്ടാണോ നമ്മൾ എഴുതേണ്ടത്? ഇപ്പോൾ മാഡം മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ, മാഡത്തിന് അറിയാവുന്ന കാര്യം എഴുതുകയാണെങ്കിൽ, ഗാന്ധിജിയുടെ റിലേറ്റീവ്സ് നാളെ ഒരു ഒബ്ജക്ഷനായിട്ട് വന്നു കഴിഞ്ഞാൽ മാഡം അവർക്ക് ഫേവർ ചെയ്യുന്ന രീതിയിലാണോ എഴുതേണ്ടത്? അതൊരു എഴുത്തുകാരൻ്റെ ചോയ്സാണോ? എന്താണ് നമ്മളൊരു എഴുത്തുകാരൻ അത്തരം പ്രോട്ടോക്കോളിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്? അതായത് ഇപ്പോൾ ഈ MT സ്പേസിൽ പോലും എന്തെങ്കിലും രാജുവിൻ്റെ കാഴ്ചപ്പാട് ഇതിൽ? അല്ല, എൻ്റെ കാഴ്ചപ്പാടല്ലല്ലോ മാഡം, എനിക്കറിയണം. എന്നാലല്ലേ എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് പറയൂ. ഞാൻ രാജുവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നു, അത് നോൺ ഫിക്ഷൻ ആകുന്നു. അപ്പോൾ രാജുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അതിൽ ഒരു അഭിപ്രായം ഉണ്ടാകുന്നതാണോ ഉണ്ടാകാതിരിക്കുന്നതാണോ രാജു പ്രിഫർ ചെയ്യുന്നത്? നമ്മളങ്ങനെ കുടുംബാംഗങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാജുവിൻ്റെ ആഗ്രഹം എന്താണ്? എനിക്ക് അതിൽ വ്യക്തമായ നിലപാടിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ നിലപാടിലേക്ക് അല്ല, അത് ഉണ്ടാവണം. അത് നമ്മൾ ആലോചിക്കണമല്ലോ. എന്നെക്കുറിച്ച് എഴുതുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് അതിലൊരു അഭിപ്രായം ഉണ്ടാകണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പിന്നെ നമ്മൾ നിയമം നോക്കണം. രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമത്തിന് കീഴിലല്ലാതെ നമുക്ക് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഇങ്ങനെയാണ് ആകേണ്ടിയിരുന്നതെന്ന് പറയാം. അപ്പം എനിക്ക് വലിയ പ്രതിഷേധമുള്ളൊരു കാര്യമാണ്, സിനിമയിൽ ട്രാഫിക് ലംഘനങ്ങൾ കുറ്റകൃത്യമാണെന്ന് എഴുതി കാണിക്കും, പക്ഷേ സ്ത്രീക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നിയമലംഘനമാണെന്നാണ് എഴുതി കാണിക്കുന്നത്. അതെങ്ങനെയാണ് നിയമലംഘനമെന്ന്? തിരിച്ചല്ലേ വേണ്ടേ? ട്രാഫിക് ലംഘനങ്ങളാണ് നിയമലംഘനങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കുറ്റകൃത്യമാണ്. അത് കുറ്റകൃത്യം തന്നെയാണ്, അത് ചെയ്യുന്ന ആൾ കുറ്റവാളിയാണ്. അതെഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതുമ്പോൾ അതിലൊരു പ്രതികരണവും നമുക്കില്ല. അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് നിയമം പാലിക്കണം, നീതി കാണിക്കണം. ആരാച്ചാറിലെ ജീവിച്ചിരുന്ന ഗൃഥാമല്ലിക്കിന്റെ കുടുംബാംഗങ്ങളൊക്കെ അതിൽ എഴുതിയിരിക്കുന്ന ഞാൻ ജീവിച്ചിരുന്ന ഒരു ഗൃഥാമല്ലിക്കിനെ കുറിച്ചല്ല എഴുതിയത്. ഞാൻ ജീവിച്ചിരുന്ന ഒരു ഗൃഥാമല്ലിക്കിനെ കുറിച്ചല്ല എഴുതിയത്. എൻ്റെ കഥ ഫിക്ഷനാണ്. ഫിക്ഷൻ എന്ന് പറയുന്നത് അത്തരം പ്രോട്ടോകോളിന്റെ ആവശ്യമുണ്ടോ? നോൺ ഫിക്ഷൻ, ജീവചരിത്രം, ആത്മകഥ, ഇതിനൊക്കെ മറ്റൊരു നിയമമാണുള്ളത്. ഇപ്പോൾ എൻ്റെ ഭർത്താവ് ദിലീപ് ഷീല പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞ് ആക്ട്രസ് ഷീലാമ്മയെക്കുറിച്ചൊരു പുസ്തകം എഴുതി. അത് ഷീലാമ്മയുടേത് കൂടി അനുവാദവും അനുമതിയും വാങ്ങിയിട്ടാണ് DC ബുക്സ് പ്രസിദ്ധീകരിച്ചത്. കാരണം അത് സംബന്ധിച്ച് ഒരു നിയമം നിലവിലുണ്ട്. ആ നിയമം നമുക്കെങ്ങനെ ലംഘിക്കാൻ സാധിക്കും? നിങ്ങൾക്ക് നിയമം അനുസരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത് രാജു ചോദിക്കുന്നത്. ഞാൻ പറയുന്നു, രാജ്യത്ത് നിലവിലുള്ള നിയമം എന്താണോ അതനുസരിക്കുക. പിന്നെ ആർക്കെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം. എൻ്റെ ഒന്നും പറയാൻ പോകുന്നില്ല. എൻ്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും എഴുതാം, ഇഷ്ടംപോലെ കഥകളുണ്ടാക്കൂ, കഥകളിലൂടെ ഞാനും ജീവിക്കട്ടെ. താങ്ക് യു രാജഗോപാൽ. ഞാൻ പല കാര്യങ്ങൾക്കും രാജഗോപാലിനോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു പത്രപ്രവർത്തനത്തിൽ നമ്മളൊക്കെ പറയുമ്പോൾ മാധ്യമങ്ങളെ നന്നാക്കുന്നു എന്നുള്ള, സ്ത്രീകൾ നന്നാക്കുന്നത് പൊതുവേ ജേർണലിസ്റ്റുകൾക്ക് ഇഷ്ടമല്ല. ഇത്രയും സ്ത്രീവിദ്വേഷികളായ ഇത്രയും ഭൂരിപക്ഷമുള്ള വേറെ ഒരു തൊഴിൽ മേഖല ഉണ്ടാവില്ല. പക്ഷേ രാജഗോപാൽ, എനിക്കെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഒരു പുതിയ മനുഷ്യത്വത്തിൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എപ്പോഴും സ്വീകരിക്കാനും അത് നടപ്പിൽ വരുത്താനും തയ്യാറാണെന്നുള്ളതും, അദ്ദേഹത്തിൻ്റെ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു അന്തസ്സ്, ആ തൊഴിലിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആളാണെന്നും അതിപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ആളാണെന്നുള്ളതാണ്. ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷേ അത് മറ്റൊരിക്കലാവാം. വളരെ നന്ദി കേട്ടിരുന്നതിന്.